ഹായ്, ഞങ്ങളെ തൃശ്ശൂർ ജില്ലയില് വടക്കാഞ്ചേരിക്ക് സമീപം അകമല അല്ലെ, ഉത്രാളിക്കാവിന്റെ അടുത്തായിട്ടാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ ഷംനാദ് പിന്നെ റസ്നിയ ഇത് ഇവർക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടൊരു വീടാട്ടോ. സത്യത്തിൽ ഇത് പിന്നെ ഈ വീട് വേറൊരു കോൺട്രാക്ട് സ്ട്രക്ചർ വർക്ക് മാത്രം ചെയ്ത ശേഷം പിന്നെ ഞങ്ങളാണ് കുറഞ്ഞ മാസം കൊണ്ടാണ് ഞങ്ങൾ ഈ വീട് മാറ്റിയെടുത്തത്. ബാക്കി എല്ലാ വർക്കുകളും ഞങ്ങളാണ് ചെയ്തിട്ടോ. ഇതിന്റെ മൊത്തം വർക്കുകൾ 2236 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത്. പറയാം ഷംനാദ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നില്ലേ? ഷാർജയില്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സഫാരി മോഡലാണ്. സഫാരി മോഡൽ അവിടെ വർക്ക് ചെയ്യുന്നത്. എന്നാ നിങ്ങളൊന്ന് എല്ലാരും പരിചയം. അത് നിങ്ങൾ പറഞ്ഞ പോലെ വൈഫ് റസ്നിയ, ഇത് മൂത്ത മോള് ഇഷൽ, രണ്ടാമത്തെ മോള് ഇൻസ, മോന് ഇവാൻ മെഹഫിൽ. ഇവന്റെ പേരാണ് പേര്. ഇവരുടെ ഒക്കെ പേരിന്റെ ലാസ്റ്റ് മെഹ്റീൻ ഉണ്ട്. ഇഷൽ മെഹ്റീൻ, ഇൻസ മെഹ്റീൻ, ഇവാൻ മെഹഫിൻ. അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെ വന്നിരിക്കുന്നില്ല. ഒരു മെഹഫിൻ പേരിട്ട് കൊടുത്തു. ഞങ്ങളെ സത്യത്തിൽ പറഞ്ഞാല് എന്റെ പിന്നെ സുഹൃത്തിന്റെ ജ്യേഷ്ഠന്റെ മോളാണ്. ആ ഒരു ബന്ധം കൂടി ഉണ്ട് ഞങ്ങൾക്ക് ഈ വീടിനോട്. അത് മാത്രല്ല, ഞങ്ങൾ ഈ ഉത്രാളിക്കാവിന്റെ ഭാഗത്ത് ചെയ്യുന്ന ഒരു ആദ്യത്തെ പ്രൊജക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓഫ് വൈറ്റ് കളറുകൾ, അതേപോലെ തന്നെ നമ്മളൊരു കോംബോ കൊടുത്തിരിക്കുന്ന പുറത്തെ എലിവേഷന്റെ കളറ്, പിന്നെ സ്ട്രക്ചറിൽ കുറച്ച് മാറ്റങ്ങൾ കിട്ടും. അതായത് വളരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ സ്ട്രക്ചറിൽ എലിവേഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയില്ലേ? അതാ നല്ലത്. നമ്മുടെ ഈ വീട് നിൽക്കുന്നത് ഒരു 8.75 സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് സ്ഥലം നമ്മൾ എടുക്കാൻ കാരണം നമ്മുടെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വീട് വെക്കാന്നുള്ള പ്ലാനോടുകൂടെ തന്നെ നമുക്ക് നല്ല അടുത്ത് തന്നെ ഇങ്ങനെ നല്ലൊരു പ്ലോട്ട് കിട്ടിയപ്പോൾ നമ്മൾ എടുത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊരു ടീമാണ്. അത് സ്ട്രക്ചർ വരെ അവർ ചെയ്ത് അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സലീം ഖാനെ ഈ പ്രോപ്പർട്ടി നമ്മൾ ഏൽപ്പിക്കുന്നത്. ബാക്കി അതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ, അതിൻ്റെ തേപ്പ് മുതൽ ബാക്കി ഫുൾ വർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഈ കാണുന്ന രൂപത്തിൽ നമുക്ക് ആക്കി തന്നു. സംഭവം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അവർക്കത് ചെയ്തു തരാൻ സാധിച്ചു. നമ്മുടെ വീട് മൊത്തം നിൽക്കുന്നത് ഒരു 2236 സ്ക്വയർ ഫീറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സിറ്റ് ഔട്ട് ഉണ്ട്. അതിനുശേഷം ഒരു ഫോർമൽ ലിവിങ്, പിന്നെ ഒരു ചെറിയൊരു ഫാമിലി ലിവിങ് വിത്ത് TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ ഒരു ഡൈനിങ് ഏരിയ, പിന്നെ താഴെ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം വിത്ത് 2 അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ. മുകളിൽ ഒരു ബെഡ്റൂമും ഒരു വലിയൊരു ഇതുപോലെ വലിയൊരു ഹോള്, അതെ വലിയൊരു ഹോളും ഒരു ബെഡ്റൂമും ഉണ്ട്. അതും അറ്റാച്ച്ഡ് ആണ്. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാള് ഫുള്ള് പ്ലെയിൻ ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു സിമെൻറ്റ് ടെക്സ്ചറും അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ലൈനുമായിട്ട് നല്ല വൃത്തിയിൽ നമുക്കത് ചെയ്തു തന്നതാണ്. അതൊരു വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യും. അതെ, അപ്പോൾ ആ വാളൊന്ന് ഹൈലൈറ്റ് ആവും ചെയ്തു. ഒരു പ്രത്യേക ഒരു ഭംഗിയും അതിന് വന്നു. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ ഫാമിലി ലിവിങ് ഉള്ളത് വിത്ത് TV യൂണിറ്റും വരുന്നത്. ഓക്കെ, നമ്മുടെ ഈ ടൈലുകളും ബാക്കി സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലായാലും അവിടുത്തെ ടൈലൊക്കെ നമ്മളൊരു വുഡ് വിത്ത് ഐവറി കളർ കോമ്പോണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനകത്തും അതിനകത്തൊരു ടച്ച് ഉണ്ട്. ഈവൻ കർട്ടൻസ് ആയാലും ബാക്കി സംഭവങ്ങളായാലും മാച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു വുഡ് ആൻഡ് ഐവറി ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. താഴെ വരുന്നത് 2 ബെഡ്റൂമാണ്. ടോട്ടൽ 3 ബെഡ്റൂമാണ്.
അതിൽ താഴെ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ് വാഷ് ഏരിയയും വരുന്നത്. ഇത് സെപ്പറേറ്റ് ചെയ്ത് ഡൈനിങ്ങിൻ്റെ അടുത്ത് തന്നെ വെക്കണ്ട എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്തതാണ് ഇവിടെ വാഷ് ഏരിയ. ഡൈനിങ്ങും കിച്ചണും തമ്മിൽ നമ്മളൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടല്ല, നമുക്കൊരു പ്രൈവസി വേണം എന്നുള്ളതിൽ തന്നെ ഡൈനിങ്ങിൻ്റെ അടുത്തല്ല കിച്ചൺ നമ്മൾ ഒരു ഉള്ളിലേക്കായിട്ട് കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ ഐലൻഡ് കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഐലൻഡ് കിച്ചൺ വേണം എന്നുള്ളത്. അപ്പോൾ ഐലൻഡ് കിച്ചൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാനിൽ അതിനനുസരിച്ച് ചെയ്ത് അത് സലീംക്കാടെ ടീംസാണ് ഇതിങ്ങനെ സെറ്റപ്പാക്കി തന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു രസമുള്ള ഒരു ഏരിയ ആയിട്ട്, എനിക്ക് കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നല്ലൊരു കിച്ചണായിട്ടുണ്ട്. പിന്നെ ഈ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് മെയിനായിട്ട് കബോർഡ്സ് ആയിരുന്നു. ഞാൻ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കബോർഡ്സിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനും എല്ലാത്തിനും ഒരു ഏരിയ തന്നെ കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടി സലീംക്ക് തന്നെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു ആളെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെക്കാൻ കറക്റ്റ് സ്പേസ്, പിന്നെ ഈ പാൻട്രി യൂണിറ്റ് ഇത് ഞാൻ സ്പെഷ്യലി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ നല്ലൊരു സ്പേസിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ കബോർഡുകൾ എല്ലാം ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത് നമ്മളെ ഇഷ്ടത്തിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ഓപ്പൺ ബോക്സ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഷോക്കേസ് പോലെ നമുക്കൊരു മിറർ വെച്ചിട്ടുള്ള ഒരു ബോക്സ് വേണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞിട്ട് അവർ ചെയ്തിട്ടുള്ള സംഭവമാണ്. ഈ ഐലൻഡ് കിച്ചണിൽ നമുക്ക് ഇത് മെയിനായിട്ട് ഞാൻ ഇതന്നെ വേണം എന്നുള്ളത് പറയാൻ കാരണം, നമുക്കിത് കുക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് നിന്ന് നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് എല്ലാവരും ഇരുന്നുള്ളൊരു സംസാരവും പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഏരിയയാണിത് ഈ ഐലൻഡ് കിച്ചൺ. എനിക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു ഐലൻഡ് കിച്ചൺ വർക്കാവില്ലേ എന്നുള്ളൊരു, പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ അത് നല്ലൊരു ഏരിയ. എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടി നിന്നിട്ട് ചെയ്യാനുള്ളൊരു സ്പേസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ലൂബർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ സെർച്ച് ചെയ്യുമ്പോൾ ഇമേജസിൽ കാണുന്നല്ലാതെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്കെല്ലാം പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ നമ്മൾ ആക്സസറീസൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് പാൻ പുള്ളോട്ടാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് എടുക്കത്തിനെല്ലാം യൂസിന് വേണ്ടിയിട്ട് എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം ഇതിൽ പോവില്ല. ഓരോന്ന് തിരഞ്ഞിട്ടും ഒന്നിനും കുറേ ടൈമും കൊണ്ട് ആവശ്യമില്ല. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ ബേസിനാണെങ്കിലും നമുക്ക് അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഈ വാഷിംഗ് മെഷീൻ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളതും നമ്മളെ അഭിപ്രായം കൊണ്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. പിന്നെ എല്ലാത്തിനും അവർ നമ്മളോട് എല്ലാം ചോദിച്ച് നമ്മളെ ഇഷ്ടത്തിനാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്നവർക്കും എല്ലാവർക്കും ഈ കിച്ചണാണ് മെയിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഐലൻഡ് കിച്ചണാണ് എല്ലാവർക്കും മെയിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. വേറൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വൈഫിൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു ഐലൻഡ് കിച്ചൺ വേണമെന്നുള്ളതും, അതുപോലെ നമുക്ക് വലിയൊരു ഹോള് പ്ലസ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത് കൺജസ്റ്റഡ് ആവാതെ കുറച്ച് ഗസ്റ്റ് വന്നാലും അത്യാവശ്യം സ്പേഷ്യസ് ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. അത് രണ്ടും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചു.
കിച്ചൺ പ്രത്യേകിച്ച് ഉള്ള ആഗ്രഹപ്രകാരം എല്ലാം ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ആഗ്രഹം പറഞ്ഞാൽ കൂടി ഇങ്ങനെ ഇത്രയും ഭംഗിയിൽ കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ അത് അത്രയും മനോഹരമായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അത് BPS വളരെയധികം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അവരുടെ സജഷൻസും നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ സജഷനും എല്ലാം കൂടെ ആയപ്പോൾ നല്ല നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ നല്ല രീതിയിൽ തന്നെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാതും. അതിൽ വളരെയധികം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല, ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും അതിന് വളരെയധികം സന്തോഷമാണ്. എല്ലാവരും ആരും ഇതുവരെ ഒരു ഇതും ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും.